ഹായ്, നമുക്കിന്നേ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നോക്കാം. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. ഇതെന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് പൂർത്തിയാകുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ പൂർത്തിയായേക്കാവുന്ന പ്രവൃത്തികൾ, ഇതിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് നമ്മൾ പറഞ്ഞ് പൂർത്തിയാകുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഭാവിയിൽ പൂർത്തിയാകാവുന്നത് ഒരു സമയത്തിന് നിശ്ചിത സമയത്തിന് മുമ്പ് പൂർത്തിയാകും എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ ടെൻസിലാണ്. അതിൻ്റെ ഘടന എങ്ങനെയെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ്, അതിൻ്റെ കൂടെ V3 പ്ലസ് ഒബ്ജക്റ്റ്. V3 എന്ന് പറഞ്ഞാൽ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് നമ്മൾ എന്തുവാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ബാക്കി ഒബ്ജക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറൊരു കാര്യം പറഞ്ഞു, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിന് മുമ്പ്. അപ്പം സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ആ നിശ്ചിത സമയം കൂടെ പറയും. ഇവിടെ നമ്മൾ ആ ഘടന മാത്രം പറയുമ്പോൾ ഒരെണ്ണത്തിലേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ടെൻസിൻ്റെ ഘടന മാത്രമേ പറയുന്നുള്ളൂ. നോക്ക്, ബിഫോർ ഹി അറൈവ്, എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ബിഫോർ ഹി അറൈവ്, അവൻ എത്തുന്നതിന് മുൻപ്. വി വിൽ ഹാവ് ഈറ്റൺ അവർ ലഞ്ച്, ഞങ്ങളുടെ ലഞ്ച് കഴിച്ചിട്ടുണ്ടാകും. അവൻ എത്തുന്ന മുമ്പ് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടാകും. ഭാവിയിലെ കാര്യമാണേ പറഞ്ഞത്. അവൻ എത്തുക എന്നുള്ള ഒരു നിശ്ചിത സമയം അതിന് മുമ്പ് പൂർത്തിയായത്. അപ്പം അവൻ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും, ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഘടന ആദ്യം സബ്ജക്റ്റ് എഴുതും, പിന്നെ വിൽ ഹാവ് പ്ലസ് V3, മൂന്നാമത്തെ രൂപം ഒബ്ജക്റ്റ്. മനസ്സിലായോ? ബിഫോർ ഹി അറൈവ് വി വിൽ ഹാവ് ഈറ്റൺ അവർ ലഞ്ച്. അപ്പോൾ ഇത് നമ്മൾ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, സബ്ജക്റ്റിൻ്റെ കൂടെ വിൽ ഹാവിന് പകരം വിൽ ഹാവ് എത്തുന്നിടത്ത് നോട്ടും കൂടെ ചേർക്കും. സബ്ജക്റ്റ് പ്ലസ് വിൽ നോട്ട് ഹാവ്, വോണ്ട്. വിൽ നോട്ടിനെ ചുരുക്കി എഴുതുമ്പോൾ വോണ്ട് അറിഞ്ഞൂടാത്തവർക്ക് ആയതുകൊണ്ടാണ് വിൽ നോട്ടൊക്കെ അതുപോലെ എഴുതുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ വിൽ നോട്ടെല്ലാം ഷോർട്ട് ഫോം പഠിച്ചിട്ടുണ്ട്. അപ്പം സബ്ജക്റ്റ് പ്ലസ് വിൽ നോട്ട് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഹീ വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്, അവനത് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. എന്തോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞിട്ടേ ഇത് പറയാവൂ. പക്ഷെ ഇവിടെ അതും കൂടെ പറയുമ്പോഴത്തേനും ഇത് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഘടന മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഹി വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്, അവനത് പൂർത്തിയായിട്ടുണ്ടാവില്ല. നെഗറ്റീവ് പറഞ്ഞതാ. അടുത്ത നോക്കാം, അതിന് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാം. ബാക്കി എല്ലാ ടെൻസും ക്വസ്റ്റ്യൻ ആക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ നോക്കാം. വില്ല് ആദ്യം വില്ല് എഴുതണം. നമ്മൾ പറഞ്ഞല്ലോ ഹെൽപ്പിംഗ് വെർബ് ആദ്യം എഴുതണം. വിൽ പ്ലസ് സബ്ജക്റ്റ് ഹാവ് V3 ഒബ്ജക്റ്റ്. മനസ്സിലായോ? അപ്പോഴെങ്ങനെ എഴുതും? വിൽ യു ഹാവ് V3, റൈറ്റിൻ്റെ V3 റിട്ടൺ ദ നോവൽ. വിൽ യു ഹാവ് റിട്ടൺ ദ നോവൽ, നീ ആ നോവൽ എഴുതി തീർന്നിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടാകുമോ. അതിന് മുമ്പൊരു സമയമുണ്ട്, ആ നിശ്ചിത സമയത്തിന് മുമ്പ്. അതിവിടെ നമ്മൾ പറയുന്നില്ല, മനസ്സിലാകത്തില്ലാത്തത് കൊണ്ട് തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നത് കൊണ്ടാണ് ഈ ഫോം മാത്രം പറയുന്നത്. മനസ്സിലായോ? നീ ആ നോവൽ എഴുതിയിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുന്നത്. വിൽ സബ്ജക്റ്റ് ഹാവ് V3 ഒബ്ജക്റ്റ്. വിൽ യു ഹാവ് റിട്ടൺ ദ നോവൽ? അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യനും നമ്മൾ അവിടെ പരിചയപ്പെട്ടു. കുറച്ച് ഉദാഹരണം കൂടി പറയാം. ഹി വിൽ ഹാവ് ഫിനിഷ്ഡ് ദ നോവൽ ബൈ നെക്സ്റ്റ് സൺഡേ, അടുത്ത ഞായറാഴ്ചയ്ക്ക് അവൻ നോവൽ പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അപ്പം അടുത്ത ആഴ്ച ഒരു ഭാവിയിലെ ഒരു സമയമാണ് അടുത്ത ഞായറാഴ്ച. അതിന് മുൻപ് പൂർത്തിയാക്കിയേക്കാവുന്ന ഒരു കാര്യം, പൂർത്തിയാകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. നോക്ക്, സബ്ജക്റ്റ് എഴുതി വിൽ ഹാവ് പ്ലസ് ഫിനിഷ്ഡ് V3 ബാക്കി ഒബ്ജക്റ്റ്. അപ്പം ഹി വിൽ ഹാവ് ഫിനിഷ്ഡ് ദ നോവൽ ബൈ നെക്സ്റ്റ് സൺഡേ, അടുത്ത ഞായറാഴ്ചയ്ക്ക് അവൻ നോവൽ പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ മറ്റേ ഓരോ ടെൻസ് പറഞ്ഞപ്പം ചിലതിലൊക്കെ ഏകവചനമാണെങ്കിൽ ഹാസ് ഉപയോഗിക്കും, ബഹുവചനമാവും അയ്യോ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ഇതിൽ എന്താണ്, ഏത് സബ്ജക്റ്റ് വന്നാലും വിൽ ഹാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ ഹാവ് എഴുതും, അത് കഴിഞ്ഞ് V3 എഴുതും, ബാക്കി എഴുതും. മനസ്സിലായോ? സബ്ജക്റ്റ് ഏത് വന്നാലും വിൽ ഹാവ് തന്നെയാണ് ഈ ടെൻസിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ബൈ, ബിഫോർ, വെൻ എന്നിവ ഭാവിയിലെ സമയത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് ഈ ടെൻസിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ ടെൻസ് പറയുമ്പോൾ ഈ സമയം പ്രത്യേകം ഭാവിയിലെ സമയം പറയാൻ വേണ്ടി പറയുമ്പം ഇത് ബൈ, ബിഫോർ, വെൻ ഇതൊക്കെ സൂചിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് 2-3 എക്സാമ്പിൾ കൂടെ നോക്കാം. ബൈ നെക്സ്റ്റ് ഇയർ വി വിൽ ഹാവ് ബൈ എ കാർ. വി വിൽ എന്നുള്ളത് ചുരുക്കിയാണ് വിൽ എന്ന് എഴുതിയിരിക്കുന്നത്. കണ്ടോ ഇത്? ബൈ നെക്സ്റ്റ് ഇയർ വി വിൽ ഹാവ് ബൈ എ കാർ. അടുത്ത വർഷത്തോടെ ഞങ്ങളൊരു കാറ് വാങ്ങും. അടുത്ത വർഷം ഒരു പോയിന്റ് സമയം, അതിനുള്ളിൽ ഞങ്ങളൊരു കാർ വാങ്ങും. പൂർത്തിയാകുന്ന കാര്യം പറയുക. അടുത്തത് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്
ബൈ ദ ടൈം ദ ചൈൽഡ് വേക്സ് അപ്പ്. കുട്ടി ഉണരുമ്പോഴേക്കും ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിരിക്കും. കുട്ടി ഉണരുമ്പോഴേക്കും, അതിന് മുമ്പ് നടക്കും എന്ന് തീർച്ചയായിട്ടല്ല, മുമ്പ് നടക്കും അല്ലെങ്കിൽ പൂർത്തിയാകും എന്നുള്ള കാര്യം പറയുന്നതിനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ്, സബ്ജക്റ്റ് വിൽ ഹാവ് പ്ലസ് V3. മൈ വർക്ക് ബൈ ടൈം ദ ചൈൽഡ് വേക്ക്. മനസ്സിലായോ? കുട്ടി ഉണരുമ്പോഴേക്കും ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിരിക്കും. അടുത്ത് നോക്ക്, ദേ വോണ്ട് ഹാവ് മാരീഡ് ബൈ നെക്സ്റ്റ് വീക്ക്. ഇത് നെഗറ്റീവാണ്. വിൽ നോട്ട്, വിൽ ഹാവ് മാറ്റി വില്ലിൻ്റെ കൂടെ നോട്ടും കൂടെ ചേർത്തല്ലേ നെഗറ്റീവ് ആക്കുമെന്ന് പറഞ്ഞു. അപ്പം ദേ വോണ്ട് ഹാവ്, അവർ എന്ത് ചെയ്യില്ല, ഹാവ് മാരീഡ് ബൈ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ചയോടെ അവർ വിവാഹം കഴിക്കില്ല. അതിനെ നെഗറ്റീവ് ആക്കിയതാണ്. അടുത്തത് വി വിൽ നോട്ട് ഹാവ് ഏൺഡ് ഇനഫ് മണി ബൈ ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തോടെ നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാകില്ല. അടുത്തത് ഷി വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഷീ വിൽ ഹാവ് അല്ല, വിൽ ഷീ ഹാവ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ വിട്ടുപോയി. അപ്പോൾ വിൽ ഷീ ഹാവ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ബൈ 5 o'clock. 5 മണിക്കുള്ളിൽ അവളുടെ ജോലി പൂർത്തിയാകുമോ? അപ്പോൾ അത് ചോദ്യം. ഈ പെർഫെക്റ്റിലല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ചോദ്യം ചോദിക്കുന്നതിന് ഒരു ഉദാഹരണമാണിത്. അപ്പോൾ ഇത് മനസ്സിലായി കാണോ? ഇതൊന്നും വലിയ സാധാരണയായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നതല്ല, എന്നാലും അറിഞ്ഞിരിക്കണം. ഇനിയുള്ള ഒരെണ്ണം ഉണ്ട് ഫ്യൂച്ചർ വരുന്നത്, അതങ്ങനെ ചോദിക്കുന്നില്ല. ബാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ.